കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, എവിടെ നിന്നൊക്കെ എത്രത്തോളം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്? മാധു, രക്ഷാപ്രവർത്തകർ പല ഭാഗത്തു നിന്നും എത്തുന്നുണ്ട്. സന്നദ്ധ സേവകർ, പല സംഘടനകൾ, ആംബുലൻസുകൾ എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം ചൂരൽമല വരെ ഉള്ളൂ എന്നതാണ് പ്രശ്നം. പുഴയ്ക്കക്കരെ മുണ്ടക്കൈയിലേക്ക് ഞാൻ അല്പം മുമ്പ് കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് ഔദ്യോഗികമായി അപ്പുറത്ത് നമ്മുടെ പോലീസോ NDRF-ഓ ഫയർഫോഴ്സോ ആരെങ്കിലും മുണ്ടക്കൈയിലെത്തി എന്തെങ്കിലും മെസ്സേജ് കിട്ടിയോ എന്നാണ്. ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. NDRF പല വഴിക്കും അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു, വടമടക്കം കെട്ടി. പക്ഷെ അവരും അങ്ങോട്ട് ചിലർ അപ്പുറം കടന്നതായി വിവരമുണ്ട്. പക്ഷെ അവിടെ എത്തിയിട്ടുള്ളൊരു മെസ്സേജ് ഇതുവരെ ഔദ്യോഗികമായി നമ്മുടെ സംവിധാനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മറുവശത്ത് ഈ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാഘവേട്ടൻ പറയുന്നുണ്ടായിരുന്നു കുറെ പേരെ മേപ്പാടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെ. പക്ഷെ അത് ഞാൻ കരുതുന്നത് പുഴയ്ക്ക് ഇക്കരെ നിന്നാകണം എന്നാണ്. ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ആരെങ്കിലും അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതായി എനിക്ക് വിവരമില്ല. ഒരുപക്ഷെ അദ്ദേഹം ഈ പുഴയുടെ മറുകരയിൽ ചൂരൽമല സൈഡിൽ നിന്ന് ഉള്ള കാര്യമായിരിക്കണം പറഞ്ഞതെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോഴും ഈ നിമിഷം വരെയും മുണ്ടക്കൈയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടാകാം. മാത്രമല്ല അവിടെ തന്നെ പ്രാദേശികമായ ആളുകൾ, ഈ സുരക്ഷിതമായ സ്ഥലത്തുള്ള ആളുകളൊക്കെ ഇപ്പോൾ കുറച്ച് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ആളുകളെ തെരയുന്നു, ഒറ്റപ്പെട്ടവരെ രക്ഷിക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാകാം. പക്ഷെ പുറത്തുനിന്ന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്കോ ജനപ്രതിനിധികൾക്കോ ഒന്നും തന്നെ പുറത്തുനിന്ന് മുണ്ടക്കൈയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചൂരൽമലയിൽ ഇപ്പോഴും നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു. പക്ഷേ അതീവ ദാരുണമാണ്. മുണ്ടക്കൈയിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് പോലും പൂർണ്ണമായ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ല. മുണ്ടക്കൈയിലെ സംഭവങ്ങൾ നമുക്ക് ഈ ഫോണിലൂടെയൊക്കെ ഇപ്പോൾ നമുക്കൊക്കെ ഫോണിൽ ചില ആളുകളുമായി സംസാരിച്ചല്ലോ. നമ്മൾ ന്യൂസിൽ നേരിട്ട് നമ്മൾ ഫോണിൽ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞ അബ്ദുൾ റസാഖ്, അതുപോലെ മെമ്പർ രാഘവേട്ടനൊക്കെ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് അറിയുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഒരാൾ അവിടെ എത്തി വിവരങ്ങൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. അതായത് ഈ പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്ത്, അവിടെയാണ് ഈ പുഴയുടെ ഏതാണ്ട് ഉത്ഭവം. അതിന് മുകളിലാണ്. അവിടെ വലിയ രീതിയിൽ ഉരുൾപൊട്ടി. അത് ആദ്യം 1 മണിക്ക് പൊട്ടി. അപ്പൊ കുറെ പേരൊക്കെ അറിഞ്ഞ് മുകളിലത്തെ നിലയിലേക്കൊക്കെ മാറി 2:30 വീണ്ടും പൊട്ടി എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ആ ഉരുൾ പൊട്ടിയ വെള്ളമാണ്, ആ വെള്ളവും മരങ്ങളും മണ്ണും ഒക്കെയാണ് ഒഴുകി ചൂരൽമല ഭാഗത്തേക്ക് എത്തിയത്. ചൂരൽമല ഭാഗത്ത് പുഴ ഏതാണ്ട് 4-5 ഇരട്ടി വീതിയിലേക്ക് മാറിയിരിക്കുന്നു. രാവിലെ നമ്മൾ വരുമ്പോഴേക്ക് പാലം ഒലിച്ചു പോയിരിക്കുന്നു. വെള്ളാർമല സ്കൂളിന്റെ മൈതാനവും കടന്ന വെള്ളം ഈ കെട്ടിടം തകരുന്ന രീതിയിൽ വെള്ളവും മരങ്ങളെയൊക്കെ വന്ന് അടിച്ച് കെട്ടിടം തകരുന്ന രീതിയിൽ. കമൽ, ഞാൻ വരാം.